സമ്പത്തിന്റെ വിഷയത്തിൽ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഉണ്ട് അല്ലെ. പരിഹാരങ്ങൾ ധാരാളം ഉണ്ട്. നമുക്ക് അത് ധാരാളം പറയാനും കേൾക്കാനും ഉണ്ട്. വരൂ നമുക്ക് പറയാം. ഇസ്ലാമിൽ സക്കാത്ത്, സ്വതക്ക, ദാനധർമ്മങ്ങൾ നൽകുന്നവനാണോ അത് ലഭിക്കുന്നവനാണോ കൂടുതൽ പുണ്യം? സക്കാത്ത് കൊടുക്കുന്നതാണ് വാങ്ങുന്നതിനേക്കാൾ പുണ്യം. സമ്പത്ത് ദാനം ചെയ്യുന്നതാണ് ഇരക്കുന്നതിനേക്കാൾ പുണ്യം. എങ്കിൽ സമ്പത്തുണ്ടാവുക എന്നത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ ഒരു വഴിയാണ്. നമുക്ക് ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ, നല്ല സ്വഭാവങ്ങൾ പരിശീലിക്കാൻ, നല്ല നല്ല ആരാധനകൾ പരിശീലിക്കാൻ, ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ, മക്കളെ നല്ലവരാക്കിയെടുക്കാൻ, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതാണ് സമ്പത്ത്. പക്ഷേ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നതും എങ്ങനെ വിനിയോഗിക്കണമെന്നതും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതും പഠിക്കണം. പഠിപ്പ് ഇല്ലാതെ, വിജ്ഞാനമില്ലാതെ, മെന്ററിങ് ഇല്ലാതെ സമ്പത്ത് നേടാനും അത് പരിചരിക്കാനും ശ്രമിച്ചാൽ ഒരുപക്ഷെ സമ്പത്ത് ഒരു ശല്യമായിരിക്കാം. സമ്പത്ത് പൊതുവിൽ ചീത്തയല്ല. സമ്പത്ത് പൊതുവിൽ നമുക്ക് ഒരുപാട് നന്മകൾ നേടിത്തരാനുള്ളതാണ്. മനോഭാവം മാറിയാൽ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാം. ഇസ്ലാമിൽ ധാരാളം പണ്ഡിതന്മാർ, ഔലിയാക്കൾ വലിയ സമ്പന്നരായത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. അതുപോലെ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമ്പന്നനായിരുന്നു. നിരവധി ഔലിയാക്കൾ, നിരവധി പണ്ഡിതന്മാർ, നിരവധി മുജദ്ദിദുമാർ സമ്പന്നനായിരുന്നു. പക്ഷെ സമ്പത്തിന്റെ അടിമകളായിരുന്നില്ല.